ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല. ഡോക്ടർ, യെസ്, ഈ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. ഡോക്ടറിനോട് പറഞ്ഞോളൂ കേട്ടോ. എന്താ? ഡോക്ടർ, ഞാൻ PKR കമ്പനിയിലാണ് ജോലി ഓ, ചെയ്യുന്നത്. ഞങ്ങളന്ന് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അതെ, അതില് ഒരാളുടെ റിസൾട്ട് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതെന്തിനാ? ആ കുട്ടി ബ്ലഡ് കൊടുക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിരുന്നില്ല. ഞാൻ അവളോട് മറ്റൊരു ദിവസം ഇങ്ങോട്ട് നേരിട്ട് വരാൻ പറയാം. എന്തൊക്കെ മണ്ടത്തരങ്ങളാ കുട്ടി പറയുന്നത്? ഒരാളുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ടെസ്റ്റ് നടത്തുന്നത്. ആ കുട്ടിക്ക് ഇപ്പം അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നും പ്രതിരോധ ശക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നും ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? വെറുതെ ആരോഗ്യം വീണ്ടെടുക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? ടെസ്റ്റ് എടുത്തവരുടെ എല്ലാം റിസൾട്ട് കമ്പനിക്ക് അയക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്നാ ഡോക്ടർ ആ റിപ്പോർട്ട് എനിക്ക് തന്നാ മതി. ഞാനത് പേഷ്യന്റിനെ നേരിട്ട് ഏൽപ്പിച്ചോളാം. നിങ്ങളുടെ കമ്പനിയുടെ MD അല്ലെങ്കിൽ അരവിന്ദോ വിളിച്ചു പറഞ്ഞാൽ ഞാനത് ചെയ്യാം. അല്ലാതെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. എന്താണെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ കമ്പനിയിലേക്ക് റിപ്പോർട്ട് അയക്കും. എന്താ, നിങ്ങൾ അരവിന്ദനെ കൊണ്ട് വിളിപ്പിക്കോ? വേണ്ട ഡോക്ടർ. ഹലോ പാറു, നീ ഹോസ്പിറ്റലിൽ എത്തിയോ? എത്തി. ആവോ, എങ്ങനെയെങ്കിലും നീ എന്റെ റിപ്പോർട്ട് അവിടുന്ന് വാങ്ങിക്കേ. ഒരു കാരണവശാലും കമ്പനിയിലേക്കൊന്ന് പോവരുത്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി. കമ്പനിന്ന് MD അരവിന്ദ് സാറോ വിളിക്കാതെ റിപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയോ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടുകയോ ചെയ്യില്ലെന്ന് ഡോക്ടർ പറഞ്ഞു.